GLPS പയ്യനിടം സ്കൂൾ റേഡിയോ. Hello dear friends, do you remember me? It's me, Krishna Kumar Mash. Welcome to day 17, Come Let's Talk. Come Let's Talkൻ്റെ 17ാം ദിനത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, ഇന്നലെ നിങ്ങൾ എന്താണ് പരിശീലിച്ചത്? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വ്യത്യസ്തമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പരിശീലിച്ചതല്ലേ? നിങ്ങൾ ആ രീതികളെല്ലാം പ്രാക്ടീസ് ചെയ്തോ? കൂട്ടുകാരോട് പറഞ്ഞു നോക്കിയോ? തീർച്ചയായും പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം അല്ലേ? ഇന്നലത്തെ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ രാജു. അങ്ങനെ നിങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത മറ്റേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തണം. നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും പരിചയപ്പെടുത്തണം. അതെങ്ങനെയാണ് ചെയ്യുക? പല കുട്ടികളും പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് മൈ ഫാദേഴ്സ് നെയിം ഈസ് ബാബു, മൈ മദേഴ്സ് നെയിം ഈസ് ഗീത എന്നൊക്കെയാണ്. നോക്കി, ഇത് കേൾക്കുമ്പോൾ അത്ര രസമില്ലല്ലോ അല്ലേ? നമുക്കിതിനൊരു മാറ്റം വരുത്തിയാലോ? വളരെ സിമ്പിളായി എങ്ങനെ മാറ്റം വരുത്താം? മൈ ഫാദർ ഈസ് മിസ്റ്റർ ബാബു ആൻഡ് മദർ ഈസ് മിസ്സിസ് ഗീത. ഇങ്ങനെ പറയാം. മൈ ഫാദർ ഈസ് മിസ്റ്റർ ബാബു ആൻഡ് മദർ ഈസ് മിസ്സിസ് ഗീത എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലാതെ അവരുടെ പേരിന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. മൈ ഫാദർ ഈസ് മിസ്റ്റർ ബാബു ആൻഡ് മദർ ഈസ് മിസ്സിസ് ഗീത. ഓക്കെ, ഇനി ബാബു ഗീത എന്നുള്ളതിടത്ത് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? രണ്ടുപേരെയും ചേർത്ത് നമുക്ക് എങ്ങനെ പറയാം? അച്ഛനെയും അമ്മയെയും ചേർത്ത് പറയുന്നൊരു വാക്കുണ്ടല്ലോ, പാരൻസ്. എന്താ പറയുന്നത്? പാരൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ മറ്റൊരു രീതിയിൽ മാതാപിതാക്കളെ പരിചയപ്പെടുത്താം? മൈ പാരൻസ് ആർ മിസ്റ്റർ ബാബു ആൻഡ് മിസ്സിസ് ഗീത. അപ്പോൾ അത് ഒറ്റ സെൻറ്റൻസായി മാറും. അത് കേൾക്കാൻ ഒന്നുകൂടി രസമുണ്ട് അല്ലേ? എങ്ങനെ പറയാം? മൈ പാരൻസ് ആർ മിസ്റ്റർ ബാബു ആൻഡ് മിസ്സിസ് ഗീത. എൻ്റെ മാതാപിതാക്കൾ ബാബുവും ഗീതയുമാണ്. അങ്ങനെ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ തിരിച്ചും പറയാം. മിസ്റ്റർ ബാബു ആൻഡ് മിസ്സിസ് ഗീത ആർ മൈ പാരൻസ്. മിസ്റ്റർ ബാബു ആൻഡ് മിസ്സിസ് ഗീത ആർ മൈ പാരൻസ്. അങ്ങനെയും പറയാം. അപ്പോൾ നോക്കൂ, നമ്മൾ പരിചയിച്ചു വന്ന രീതിയിൽ നിന്നൊരു ചെറിയ മാറ്റം വരുത്തുമ്പോൾ ആ ഇൻട്രൊഡക്ഷന് കുറച്ചുകൂടി ഭംഗിയുണ്ടാകും അല്ലേ? ഇപ്പോൾ നിങ്ങൾ പരിശീലിച്ചത് നിങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ പരിചയപ്പെടുത്താം എന്നുള്ളതാണ് അല്ലേ? ഇനി ഇതിന് മറ്റെന്തെല്ലാം രീതിയിൽ നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്താം എന്നുകൂടി ഒന്ന് പരിശീലിച്ച് നോക്കൂ. നിങ്ങളുടെ ഫാദറിൻ്റെ ജോലി നിങ്ങൾക്ക് പറയാം, അതുപോലെ മദറിൻ്റെ ജോലി നിങ്ങൾക്ക് പറയാം. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ പരിചയപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ആദ്യ ഭാഗമായ നിങ്ങളുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആനന്ദ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ ബാബു ആൻഡ് മൈ മദർ ഈസ് മിസ്സിസ് ഗീത. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? Hello dears, I would like to introduce myself as Anand. My parents are Mr. Babu and Mrs. Geeta. ഇങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്യണേ, പറഞ്ഞ് പരിശീലിക്കണേ. ഓക്കെ, ഡെഫിനറ്റ്ലി യു ക്യാൻ മാനേജ് ഇംഗ്ലീഷ് സോ വെരി വെൽ. ഓക്കെ, ഗോ അഹെഡ്. എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായി ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 17ാം ദിനം പൂർണ്ണമാകുന്നു.